വിശദമായ വാർത്തകൾ നോക്കാം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണമാണ് അതിൽ ഏറ്റവും പ്രധാനം. സുകുമാരൻ നായർ ഇടതുപക്ഷത്തേക്ക് അടുക്കുന്നു എന്നുള്ള സൂചനകൾ വന്നതു മുതൽ കോൺഗ്രസ് അദ്ദേഹത്തെ പിണക്കാതെയുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. കോൺഗ്രസ് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഒരു പ്രസ്താവനയല്ല ഇതെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഇതിൽ NSS എന്ത് പറയുന്നു, ജി സുകുമാരൻ നായർ എന്ത് പറയുന്നു എന്നാണ് കാത്തിരുന്നത്. അതിലിപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണം ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാടെന്നാണ് ജി സുകുമാരൻ നായർ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. സാമൂഹിക സംഘടന എന്ന നിലയിലാണ് സർക്കാരുമായുള്ള സഹകരണം. കോൺഗ്രസ് പ്രതിനിധികൾ ആരും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ചിട്ടില്ല. തെറ്റുണ്ടായാൽ NSS ചൂണ്ടിക്കാട്ടും, ശരിയെങ്കിൽ അംഗീകരിക്കുകയും ചെയ്യും. കാശ് കൊടുത്താൽ പേര് വെക്കാതെ ബാനർ ആർക്കും അടിച്ചു വെക്കാമെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു. പൊതുവെ സാറിന്റെ NSSന്റെ ഒരു സ്റ്റാൻഡ് തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു റിഫ്ലക്ട് ചെയ്യുമെന്നുള്ളത് ഒരു കരുതുന്നുണ്ടോ? ഇല്ല, അത് തെരഞ്ഞെടുപ്പിനെ കണ്ടോണ്ടല്ല ഞാൻ നിലപാടെടുത്തിരിക്കുന്നത്. ഇപ്പം സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണോ NSSന്? സർക്കാരിൽ പൂർണ്ണ വിശ്വാസം എന്ന് പറഞ്ഞാൽ സർക്കാരിൽ വിശ്വസിച്ചല്ലേ ഒക്കുള്ളൂ. ഒരു ഞങ്ങളൊരു സോഷ്യൽ ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ ഗവൺമെന്റിനോട് എന്നും സഹകരിച്ചു വേണം പോകാൻ. തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ പറയും, ശരിയുണ്ടെങ്കിലും പറയും. ശരിയുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയും ചെയ്യും. അങ്ങനെയാണല്ലോ പോകുന്നത്. സാർ, ഈ ദേവസ്വത്തിന്റെ പൊതുവെയുള്ള ദേവസ്വത്തിന്റെ നടപടികളെ എങ്ങനെ കാണാം? അയ്യപ്പ സംഗമത്തിന് ശേഷം സർക്കാരിന്റെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയൊക്കെ ഏറ്റവും പോസിറ്റീവായിട്ടില്ല. അങ്ങോട്ട് ആയില്ലേ ഉള്ളൂ. സാർ, ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരാരെങ്കിലും ചർച്ചകൾക്കോ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്കോ ഒക്കെ സമയം ചോദിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. കളൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് എങ്ങനെയാ സാറേ കാണുന്നത്? അതൊക്കെ പുതിയ സംഭവം അല്ലല്ലോ. ബാനർ കാശ് കൊടുത്താൽ കിട്ടുമല്ലോ. പേര് വെക്കാതെ ആർക്ക് വേണേലും അടിച്ചു വെക്കാം. പൊതുവെ സാർ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സുകുമാരൻ നായരോട് സംസാരിച്ചത് ജോസി ബാബുവാണ്. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് KR സാജു കൂടി കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ആദ്യം ജോസി ബാബുവിലേക്കാണ്. ജോസി, NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാട് മാറ്റം അത് കോൺഗ്രസ് അടക്കം വളരെ ആശങ്കയോടെ നോക്കിക്കണ്ടതാണ്. കാരണം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുന്ന സമയത്ത് LDFനോട് കൂടുതൽ NSS അടുക്കുന്നു എന്നൊരു ആശങ്കയുണ്ടായിരുന്നു കോൺഗ്രസിന്. അവർ വളരെ കരുതിയുള്ള പ്രതികരണമാണ് ഇതിൽ നടത്തിയതും. എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല ഇപ്പോഴത്തെ ഈ നിലപാട് സ്വീകരിച്ചത് എന്ന NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന ഈ ബാനർ വിവാദത്തിലും അദ്ദേഹം പ്രതികരണം നടത്തുന്നുണ്ടല്ലോ. എന്തൊക്കെ പറയുന്നു NSS ജനറൽ സെക്രട്ടറി? രാഷ്ട്രീയ കേരളത്തിന് എന്ത് മനസ്സിലാക്കാം അതിൽ നിന്ന് ജോസി? തീർച്ചയായും ജിൽസി, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെയും ഇടതുമുന്നണിയെയും പുകഴ്ത്തിയ NSS നേതൃത്വം BJPയെയും കോൺഗ്രസിനെയും തള്ളിപ്പറയുകയും ചെയ്തത് വലിയ വിവാദമാവുകയും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി മീഡിയ വണ്ണിനോട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല NSS നിലപാട് സ്വീകരിക്കുന്നത്. NSS ഒരു സാമൂഹിക സംഘടന എന്ന നിലയിൽ സർക്കാരുമായി സഹകരിക്കും. തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും, ശരിയാണെങ്കിൽ അംഗീകരിക്കും എന്നുള്ളതാണ് സംഘടനയുടെ നിലപാട്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധങ്ങൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. സംഘടനയ്ക്ക് അകത്തു നിന്നുള്ള ആളുകളല്ല ഈ പ്രതിഷേധങ്ങൾക്കും അല്ലെങ്കിൽ ബാനറുകൾക്കും പോസ്റ്ററുകൾക്കും പിന്നിലെന്ന് സുകുമാരൻ നായർ പറയുന്നു. സംഘടനയ്ക്കകത്തുള്ള ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ബാനറുകളിലും പോസ്റ്ററുകളിലും പേര് വെച്ചുകൂടാ എന്നുമാണ് സുകുമാരൻ നായരുടെ പരിഹാസ രൂപേണയുള്ള മറുപടി. എന്തായാലും ഇപ്പോഴുള്ള പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ മറ്റാരോ ആണ് എന്നുള്ള സൂചനയും അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ആരും ഒരു ചർച്ചയ്ക്കും തന്നെ സമീപിച്ചിട്ടില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വ്യാപകമായി NSS നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നൊരു സാഹചര്യത്തിലാണ് സുകുമാരൻ നായരുമായി നമ്മൾ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുകയും ചെയ്തത്. എന്തായാലും ഇപ്പോഴുള്ള വിവാദങ്ങൾ അത് രാഷ്ട്രീയമായി കാണേണ്ടതില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് താനെടുത്ത് അല്ലെങ്കിൽ NSS നേതൃത്വം എടുത്ത നിലപാടല്ല എന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം NSSന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ, നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിലും ഈ സുകുമാരൻ നായർക്കെതിരെ സംഘടനയ്ക്കകത്തു നിന്നും അല്ലെങ്കിൽ പുറത്തു നിന്നും ഉണ്ടാകുന്ന വിമർശനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്തായാലും
നിലവിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുള്ള ചർച്ചകൾക്കുള്ള സാധ്യതകൾ തുറന്നു കിടക്കുന്നുണ്ട്. പക്ഷേ ധൃതിപ്പെട്ട് അല്ലെങ്കിൽ തിടുക്കപ്പെട്ട് സുകുമാരൻ നായരെ നേരിട്ട് പോയി കാണുവാൻ നേതാക്കൾ തയ്യാറാകാനുള്ള സാധ്യതയില്ല. ഇന്നലെ അതിനുള്ള മറുപടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ മുരളീധരനുമുള്ള നേതാക്കളടക്കമുള്ളവർ നൽകിയിരുന്നു. ദീർഘകാലം NSSുമായി സൗഹൃദത്തിൽ പോകുന്ന അല്ലെങ്കിൽ ഈ തുടക്കം മുതൽ NSSന്റെ നിലപാടുകളോടൊപ്പം വിശ്വാസ സംരക്ഷണത്തിനോടൊപ്പം നിന്നത് കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയായിരുന്നു നേതാക്കൾ ചെയ്തത്. ജോസഫ് തന്നെ ഈ ബാനർ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിട്ടു പറയുന്നുണ്ട്. ഈ ബാനർ വെച്ചത് NSSനകത്ത് തന്നെയുള്ള പ്രതിഷേധക്കാരാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിനെ തള്ളിക്കളയാൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. പക്ഷെ അത് പുറത്തുനിന്ന് ആരെങ്കിലും ചെയ്തതാകുമോ? അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ, പുറത്തുനിന്നുള്ള ബാഹ്യ ഇടപെടലുകൾ, അങ്ങനെ എന്തെങ്കിലും സൂചനകൾ സുകുമാരൻ നായർ നൽകുന്നുണ്ടോ സംസാരത്തിനിടയിൽ? അദ്ദേഹത്തിന്റെ വാക്കുകളുടെ വരികൾക്കിടയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വായിച്ചെടുക്കാം. കാരണം സംഘടനയ്ക്കകത്ത് നിന്നല്ല തനിക്കെതിരെയുള്ള ഇപ്പോഴുള്ള പോസ്റ്റർ ബാനർ പ്രതിഷേധങ്ങളെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. അത്തരത്തിൽ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ഒരു കാരണവശാലും സംഘടനയ്ക്കകത്ത് നിന്നും അല്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ സംഘടനയ്ക്കകത്ത് നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ കരയോഗങ്ങളോ മറ്റ് കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നാണ് എങ്കിൽ, ആ വ്യക്തികളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് പേര് വെച്ചുകൂടാ എന്നതാണ് സുകുമാരൻ നായർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘടനയ്ക്കകത്തു നിന്ന് അല്ല ഇത്തരത്തിലുള്ള പോസ്റ്റർ ബാനർ പ്രതിഷേധങ്ങൾ എന്നുള്ള കാര്യമാണ് സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത്. ജിൽസി.